മെത്തനോയ 27-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നാലാം ദൈവകൽപ്പന തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 2248 പ്രകാരം പഠിപ്പിക്കുകയാണ്. നാലാം കൽപ്പന പ്രകാരം ദൈവം കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാരെയും നമ്മുടെ നന്മയ്ക്ക് അവിടുന്ന് അധികാരം നൽകിയിട്ടുള്ളവരെയും നാം ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാർ ജീവൻ നൽകിയതിന് പുറമെ ക്രൈസ്തവ വിശ്വാസം പകർന്നു തന്നത് വഴി ദൈവിക ജീവനും നൽകിയിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 7:27. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. നാലാം കൽപ്പനയുടെ അനുസരണത്തിൽ പ്രത്യേകമായ ഒരു സ്മൃതി സമ്മാനം കൂടി ദൈവം ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പുറപ്പാട് പുസ്തകം 20:12. ആധ്യാത്മിക ഫലങ്ങളോടൊപ്പം ഭൗതിക ഫലങ്ങളായ സമാധാനവും ഐശ്വര്യവും ലഭിക്കും. മറിച്ച് ഇതിന്റെ ലംഘനം സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും വലിയ നാശം വരുത്തും. മക്കളുടെ കടമകൾ. ദൈവിക പിതൃത്വമാണ് മാനുഷിക പിതൃത്വത്തിന്റെ ഉറവിടം. മാതാപിതാക്കന്മാർക്ക് അവകാശപ്പെട്ട ബഹുമാനത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അവർ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. മക്കൾക്കടുത്ത ബഹുമാനം യഥാർത്ഥ ശിക്ഷണക്ഷമതയും അനുസരണവും വഴി പ്രദർശിപ്പിക്കപ്പെടുന്നു. അതിനു പുറമെ പ്രായപൂർത്തിയായ മക്കൾ മാതാപിതാക്കൾക്ക് സാധ്യമാം വിധം ഭൗതികവും ധാർമ്മികവുമായ സഹായം നൽകണം. ജോലിയും ജീവിതാവസ്ഥയും മാതാപിതാക്കന്മാരുടെ ഉപദേശം സൽമനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് വേണം ഏറ്റെടുക്കുവാൻ. മാതാപിതാക്കളുടെ കടമകൾ. കുട്ടികളെ ദൈവത്തിന്റെ മക്കളായി കരുതണം. മനുഷ്യ വ്യക്തികൾ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുകയും വേണം. കുട്ടികൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കന്മാർക്ക് ഗൗരവവഹമായ കടമയുണ്ട്. കുട്ടികളെ സുവിശേഷവൽക്കരിക്കാനുള്ള പ്രത്യേക ഉത്തരവാദിത്വവും കൃപാവരവും വിവാഹ കൂദാശ വഴി മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കന്മാരെ യഥാവിധി ആദരിക്കാൻ മക്കളെ സ്നേഹിക്കാൻ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.